വിശുദ്ധ ബൊനവെഞ്ചർ ഫാദർ മനോജ് പാലേക്കൽ മാത്യു 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്ത പണ്ഡിതനും തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ഒരുപോലെ ആഴത്തിലുള്ള അറിവും ഉണ്ടായിരുന്ന ഇറ്റലിക്കാരനായ വിശുദ്ധ ബൊനവെഞ്ചറിൻ്റെ ഭവന പരിവർത്തനം എന്ന ആശയത്തെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ഇറ്റിനറാരിയും മെൻതിസ് ഇൻ ദേയും. ഈ പുസ്തകത്തെ ദ ജേർണി ഓഫ് ദ മൈൻഡ് ഇൻ ടു ഗോഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്കും മനുഷ്യ മനസ്സിൻ്റെ ദൈവത്തിങ്കിലേക്കുള്ള പ്രയാണം എന്ന പേരിൽ മലയാളത്തിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബൊനവെഞ്ചർ തൻ്റെ ഇറ്റിനറാറിയും എന്ന ഗ്രന്ഥത്തിൽ മനുഷ്യ മനസ്സിൻ്റെ ദൈവത്തിലേക്കുള്ള 3 തരം പ്രയാണത്തെക്കുറിച്ച് ആഴമായി വിവരിക്കുന്നതായി നമുക്ക് കാണാം. ഇവ ഓരോന്നും ആത്മീയ മാറ്റത്തിൻ്റെ ഓരോ ഘട്ടങ്ങളാണ്. ഈ മാറ്റത്തിൻ്റെ അവസാന ലക്ഷ്യം ദൈവത്തോടുള്ള ദൈവ സാദൃശ്യത പ്രാപിക്കലാണ്. ബൊനവെഞ്ചർ ദൈവത്തിലേക്കുള്ള ഈ പ്രയാണത്തെ അവതരിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: എക്സ്ട്രാ നോസ്, ഇൻട്രാ നോസ്, സുപ്രാ നോസ്. അതിൽ ഒന്നാമത്തെ എക്സ്ട്രാ നോസ് എന്നത് പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടെ ദൈവത്തിൻ്റെ പാദമുദ്രകളിലൂടെ അവിടുത്തെ അറിയുന്നതാണ്. ഇൻട്രാനോസ് മനസ്സിൻ്റെ സ്വാഭാവിക ശക്തികളായ ഓർമ്മ, ബുദ്ധി, ഇച്ഛാശക്തി എന്നിവയിൽ പതിപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലൂടെ ദൈവത്തെ അറിയുന്നതാണ്. സുപ്രാനോസ് അസ്തിത്വം എന്നും നന്മ എന്നും വിശേഷിക്കപ്പെടുന്നു. ദൈവനാമങ്ങളിലൂടെ ദൈവത്തെ അറിയുന്നതാണ്. ഇങ്ങനെ സൃഷ്ടിയുടെ ധ്യാനം, ആത്മപരിശോധന, മിസ്റ്റിക് വളർച്ച എന്നിവയിലൂടെ പരിവർത്തനം വികസിതമാകുന്നു. ഈ പ്രക്രിയ മുഴുവൻ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ അനുഭവത്തിൽ നിന്നുള്ള പ്രചോദനത്താൽ നയിക്കപ്പെടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ബൊനവെഞ്ചർ സമ്പൂർണ്ണ പരിവർത്തനത്തിൻ്റെയും ദൈവസ്നേഹത്തിലുള്ള ഏകീകരണത്തിൻ്റെയും ജീവനുള്ള മാതൃകയായി അവതരിപ്പിക്കുന്നു. സെറാഫിക് ഡോട്ടർ എന്ന അപരനാമധാരിയായ അദ്ദേഹം ദൈവ സാദൃശ്യം ഈ അതിജീവനത്തിൻ്റെ നിർണായക സൂചനയായി കാണിക്കുന്നു. ഈ സാദൃശ്യം 3 വ്യത്യസ്ത നിലകളിൽ പ്രകടമാകുന്നു: പാദമുദ്ര, പ്രതിച്ഛായ, സമാനത. ലോകത്തിൻ്റെ ദൈവ സാദൃശ്യം. ബൊനവെഞ്ചറിൻ്റെ കാഴ്ചപ്പാടിൽ ലോകം മുഴുവനും ത്രിത്വത്തിൻ്റെ ഒരു പ്രതീകമാണ്. ദൈവത്തിൻ്റെ ത്രിത്വ സാദൃശ്യം 3 നിലകളിൽ പ്രകടമാകുന്നു: പാദമുദ്ര, പ്രതിച്ഛായ, സമാനത. ഓരോ സൃഷ്ടവസ്തുവും ത്രിത്വത്തെ ദൂരസ്ഥവും മങ്ങിയതുമായ രീതിയിൽ പ്രതിനിധീകരിക്കുന്ന പാദമുദ്രയുടെ സ്വഭാവം വഹിക്കുന്നു. ത്രിത്വത്തിൻ്റെ പ്രതിച്ഛായ യുക്തിബോധമുള്ള സത്തകളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. അവിടെയാണ് അത് കൂടുതൽ സമീപസ്ഥവും വ്യക്തവുമായ രീതിയിൽ പ്രതിഫലിക്കുന്നത്. സമാനത എന്നത് സാദൃശ്യത്തിൻ്റെ ഏറ്റവും തീവ്രമായ രൂപമാണ്. അത് കൃപയിലൂടെ ദൈവത്തോട് അനുരൂപമാക്കപ്പെട്ട ആത്മാവിൽ യുക്തിബോധത്തിൻ്റെയും പരിമിതിയുടെ അറിവിൽ മാത്രം നിലനിൽക്കുന്ന ഒരവസ്ഥയുമാകുന്നു. സൃഷ്ടികൾ ദൈവത്തിൻ്റെ പാദമുദ്രയാണെന്ന അറിവിലൂടെയുള്ള മനസ്സിൻ്റെ പ്രയാണം. ഓരോ സൃഷ്ടവസ്തുവും അതിൻ്റെ നിലനിൽപ്പിൻ്റെ ഉറവിടമായ ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതിനാൽ സൃഷ്ടാവിൻ്റെ ഒരു പാദമുദ്രയാണ്. അതുകൊണ്ട് തന്നെ സകല സൃഷ്ടികളുടെയും സ്വാഭാവിക പരിവർത്തനങ്ങൾ അവയുടെ സൃഷ്ടിപരമായ ഉറവിടമായ ദൈവത്തിൻ്റെ നിരന്തര സഹകരണത്തെ ആവശ്യമാക്കുന്നു. പാദമുദ്രയുടെ ഈ സ്വഭാവം എല്ലാ സൃഷ്ടികളിലും കാണപ്പെടുന്നു. സൃഷ്ടികൾ എല്ലാം ഫലത്തിൽ കാരണത്തോടുള്ള ബന്ധത്തിൽ ഉള്ളതുപോലെ സൃഷ്ടാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബൊനവെഞ്ചർ വെസ്റ്റിഗ് എന്ന പദത്തെ നിഴൽ അല്ലെങ്കിൽ കാലടിച്ചുവട് എന്നും വിശേഷിപ്പിക്കുന്നു. ഇറ്റിനിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഫ്രാൻസിസ്കൻ ഗുരു സൃഷ്ടി ജഗത്തിൽ നിലനിൽക്കുന്ന പാദമുദ്രകളിലൂടെ ദൈവത്തെ ധ്യാനിക്കുന്നു. ഇതിലൂടെ സകല സൃഷ്ടികളുടെയും പ്രഥമ കാരണമെന്ന നിലയിൽ ഒരു പരമത്വമുണ്ടെന്ന വിശ്വാസത്തിന് യുക്തിപരമായ അടിസ്ഥാനം നൽകുകയാണ് ലക്ഷ്യം. ഭൗതിക ലോകം മനുഷ്യബുദ്ധിയെ ദൈവമാകുന്ന പരമശില്പിയിലേക്ക് ഉയരുന്ന ഒരു കണ്ണാടിയായി അവതരിപ്പിക്കുന്നു. ഒരു പാദമുദ്ര ദൈവത്തെ അകലെ നിന്ന് പ്രതിനിധീകരിക്കുന്നുവെങ്കിലും അത് വ്യക്തതയോടെ അവിടുത്തെ സൂചിപ്പിക്കുന്നു. അമേരിക്കൻ തത്വശാസ്ത്രജ്ഞനായ ഡില്ലാഡിസ് പറയുന്നത് ഇപ്രകാരമാണ്: വെസ്റ്റിജിയോ എന്നത് പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവാണ്. അത് അതീതനായ ദൈവത്തിൻ്റെ നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നുവെങ്കിലും ദൈവത്തെയോ ദൈവീകതയുടെ ഏതെങ്കിലും ഘടകത്തെയോ നേരിട്ട് ചിത്രീകരിക്കുന്നില്ല. അവിടുത്തെ പാദമുദ്രകളുടെ കണ്ണാടിയിലൂടെ നാം ദൈവത്തെ കാണുന്നു. കൂടുതൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു വസ്തുവിൻ്റെ സമ്പൂർണ്ണ വിശകലനം പ്രഥമത്വത്തിൻ്റെ ഒരു ഗുണത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ
അത് ഒരു പാദമുദ്രയാണ്. ദൈവത്തിൻ്റെ പ്രതിഫലിത ഫലങ്ങൾ. ബൊനവെഞ്ചറിൻ്റെ അഭിപ്രായത്തിൽ ദൃശ്യസത്തകൾ മനുഷ്യബുദ്ധിയെ ദൈവത്തിൻ്റെ ശക്തി, ജ്ഞാനം, നന്മ എന്നിവയിലൂടെ ധ്യാനത്തിലേക്ക് ഉയർത്തുന്നു. ഇതിലൂടെ മനുഷ്യബുദ്ധി ദൈവത്തെ നിലനിൽക്കുന്നവൻ, ജീവിക്കുന്നവൻ, ബുദ്ധിമാനായവൻ, ആത്മീയ സ്വഭാവമുള്ളവൻ, നശിക്കാത്തവൻ, മാറ്റമില്ലാത്തവൻ എന്നിങ്ങനെ തിരിച്ചറിയുന്നു. സൃഷ്ടികളിലെ 7 ഗുണങ്ങളായ ഉദ്ഭവം, മഹത്വം, ബഹുത്വം, സൗന്ദര്യം, പൂർണ്ണത, പ്രവർത്തനം, ക്രമം എന്നിവയെ ദൈവത്തിൻ്റെ ശക്തി, ജ്ഞാനം, നന്മ എന്നീ ദൈവിക ഗുണങ്ങളുടെ 7 മടങ്ങ് സാക്ഷ്യമായി അദ്ദേഹം കാണുന്നു. ഈ ഗുണങ്ങളിലൂടെ സകല ഭൗതിക സത്തകളുടെയും പരമകാരണം ദൈവമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ചിന്ത ഫലത്തിൽ നിന്ന് കാരണത്തിലേക്കുള്ള ഒരു ശാസ്ത്രപരമായ ചലനമാണ്. വസ്തുക്കളുടെ അതിവർക്ഷീയ സവിശേഷത. സെറാഫിക് ഡോക്ടർ ദൈവത്തിൻ്റെ ശക്തി, ജ്ഞാനം, നന്മ എന്നിവ ബാഹ്യഭൗതിക വസ്തുക്കളുടെ ഗുണങ്ങളിൽ പ്രകടമാകുന്നു എന്ന് പറയുന്നു. ഈ ഗുണങ്ങൾ ദൈവത്തിൻ്റെ പാദമുദ്രകളായി പ്രവർത്തിക്കുന്നു. മനുഷ്യബുദ്ധി ഇവയിൽ നിന്ന് അവയുടെ കാരണമായ ദൈവത്തിലേക്ക് ഉയരുന്നു. ബൊനവെഞ്ചർ ഉപയോഗിക്കുന്ന മറ്റൊരു ആശയം വസ്തുക്കളുടെ അതിവർക്ഷീയ സവിശേഷത എന്നതാണ്. സൃഷ്ടികളിലെ 7 ഗുണങ്ങൾ ദൈവത്തിൻ്റെ പാദമുദ്രകളായി ഭൗതിക പ്രപഞ്ചത്തിലെ വസ്തുക്കൾക്ക് പൊതുവായി കാണപ്പെടുന്ന സവിശേഷതകളാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഈ സവിശേഷതകളുടെ പ്രകടനം ദൈവത്തിൻ്റെ ശക്തി, ജ്ഞാനം, നന്മ എന്നീ ത്രിഗുണങ്ങളുടെ പ്രകടനവുമാണ്. ഈ ത്രിഗുണങ്ങൾ ഭൗതിക വസ്തുക്കളുടെ പൊതു സ്വഭാവങ്ങളോട് സമാനമല്ല, മറിച്ച് അവ യഥാർത്ഥ ഗുണങ്ങളാണ്. അതിനാൽ ഇവ ഭൗതിക പ്രപഞ്ചത്തിനതീതമായ യാഥാർത്ഥ്യങ്ങളുടേതായിരിക്കണം. ശക്തി, ജ്ഞാനം, നന്മ എന്നീ യാഥാർത്ഥ്യങ്ങൾ ഭൗതിക ലോകത്തിൽ വിവിധ അളവുകളിൽ പ്രകടമാകുകയും അതിലൂടെ പ്രഥമത്വമായ ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. ബൊനവെഞ്ചർ സൃഷ്ടികളെ ദൈവത്തിൻ്റെ പാദമുദ്രകളായി ധ്യാനിക്കുമ്പോൾ ശക്തിയെ പിതാവിനോടും, ജ്ഞാനത്തെ പുത്രനോടും, നന്മയെ പരിശുദ്ധാത്മാവിനോടും ബന്ധിപ്പിക്കുന്നു. മനുഷ്യാത്മാവ് ദൈവത്തിൻ്റെ പ്രതിച്ഛായ. ബൊനവെഞ്ചറിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായ മനുഷ്യാത്മാവും ത്രിത്വവും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് സ്മരണ, ബുദ്ധി, ഇച്ഛ എന്നീ 3 ശക്തികളിലൂടെ പ്രകടമാകുന്നു. ഓരോ ആത്മീയ സത്തയും ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ്. കാരണം ദൈവം അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഉറവിടവും ലക്ഷ്യവുമാണ്. അതിനാൽ യുക്തിബോധമുള്ള ആത്മാവിന് ദൈവം ഒരു ആരംഭം മാത്രമല്ല, നിലനിൽപ്പിൻ്റെയും ചലനത്തെയും നിലനിർത്തുന്ന ശക്തിയുമാണ്. ഇറ്റിൻ്റെ 3-ാം അധ്യായത്തിൽ പ്രതിച്ഛായ ഘടനാപരമായ സാദൃശ്യം സൂചിപ്പിക്കുന്നുവെന്ന് ബൊനവെഞ്ചർ വ്യക്തമാക്കുന്നു. അതേസമയം സാദൃശ്യം ഗുണപരമായ സമാനതയെയാണ് സൂചിപ്പിക്കുന്നത്. ബുദ്ധിയും ഇച്ഛയും ഉള്ള യുക്തിബോധമുള്ള ആത്മാവാണ് മനുഷ്യരിലുള്ള ദൈവത്തിൻ്റെ ഏറ്റവും സുവ്യക്തമായ പ്രതിച്ഛായ. ദൈവത്തെ അറിയുവാനും സ്നേഹിക്കുവാനും കഴിയുന്നവരായതിനാൽ യുക്തിബോധമുള്ള സത്തകൾ മാത്രമാണ് ദൈവത്തിൻ്റെ പ്രതിച്ഛായകൾ. തൻ്റെ ശക്തികളിലൂടെ ദൈവത്തെ വഹിക്കുന്ന മനുഷ്യാത്മാവ്. ദൈവത്തിൻ്റെ പ്രതിച്ഛായ എന്ന ആശയം ആത്മാവിൻ്റെ ശക്തികളുമായി വേർപിരിയാനാവാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സ്മരണ, ബുദ്ധി, ഇച്ഛ എന്നിവ മനുഷ്യാത്മാവിലുള്ള ഒരു ത്രിത്വ ഘടനയാണ്. ഇതിലൂടെ ഏക സ്വഭാവമുള്ളതും പ്രവർത്തനത്തിൽ ത്രിത്വപരവുമായ ദൈവത്തിൻ്റെ പ്രതിച്ഛായ പ്രതിഫലിക്കുന്നു. ബുദ്ധിയുടെ പരമലക്ഷ്യം. ബൊനവെഞ്ചറിൻ്റെ അഭിപ്രായത്തിൽ ഇന്ദ്രിയങ്ങൾ ശാരീരിക അവയവങ്ങളെ ആശ്രയിക്കുന്നതിനാൽ നശ്വരങ്ങളാണ്. എന്നാൽ ബുദ്ധി ഭൗതികമല്ലാത്ത ശക്തിയായതിനാൽ നശിക്കാത്തതാണ്. ഇന്ദ്രിയ വസ്തുക്കൾ ഇന്ദ്രിയങ്ങളെ ദുർബലമാക്കുമ്പോൾ ഭൗതിക വസ്തുക്കൾ ബുദ്ധിയെ ശക്തിപ്പെടുത്തുന്നു. ഈ പരമഭൗതിക വസ്തു മാറ്റമില്ലാത്ത പ്രകാശമായ ദൈവമാണ്. ഇന്ദ്രിയ ജ്ഞാനം ആത്മാവിനെ പുറത്തേക്കും അനേകതയിലേക്കും ചിതറിക്കുമ്പോൾ ഭൗതിക ജ്ഞാനം ആത്മാവിനെ അതിൻ്റെ ഉറവിടത്തിലേക്ക് ഏകീകരിക്കുന്നു. ദൈവസമാനതയും ആത്മാവിൻ്റെ ദൈവാനുഭവവും. ദൈവസമാനതയും ആത്മാവിൻ്റെ ദൈവാനുഭവവും. ബൊനവെഞ്ചർ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ആസ്വദിക്കപ്പെടേണ്ടത് ദൈവത്തെ മാത്രമാണെന്നാണ്. ആത്മീയ നന്മകൾ ദൈവത്തിലേക്ക് നയിക്കുന്നിടത്തോളം അവയും ആസ്വദിക്കാവുന്നതാണ്. അദ്ദേഹം 2 തരത്തിലുള്ള ആസ്വാദനത്തെ വ്യത്യസ്തമാക്കുന്നു: യഥാർത്ഥ്യവും പൊതുവുമായ ആസ്വാദനം. യഥാർത്ഥ ആസ്വാദനം ദൈവത്തിൽ നിന്ന് നേരിട്ടുള്ള പങ്കാളിത്തമാണ്. പൊതുവായ ആസ്വാദനം ആത്മീയ നന്മകളുടെയും കൃപയുടെയും മധ്യസ്ഥതയിലൂടെ ദൈവത്തിൽ പങ്കുചേരുന്നതാണ്. ഈ 3-ാം ഉയർച്ചാ തലത്തിൽ ആത്മാവ് കൃപയിലൂടെ ദൈവത്തോട് നേരിട്ടുള്ള സാദൃശ്യം പ്രാപിക്കുന്നു. കൃപ ആത്മാവിനും ദൈവത്തിനുമിടയിൽ അടിയന്തര ബന്ധം സ്ഥാപിക്കുന്നു, ആത്മാവിനെ ദൈവ സദൃശമാക്കുന്നു.
ദൈവത്തെ ആസ്വദിക്കൽ. മനുഷ്യാത്മാവിൻ്റെ ദൈവാനുഭവം അതിൻ്റെ അന്തിമ ലക്ഷ്യത്തിൽ വിശ്രമം കണ്ടെത്തുന്നതാണ്. ദൈവം തന്നെയാണ് മനുഷ്യാത്മാവിൻ്റെ പരമനന്മ. ദൈവത്തിൻ്റെ പ്രതിച്ഛായ മാത്രമായ അവസ്ഥയിൽ ആത്മാവിന് പൂർണ്ണ ആനന്ദമോ പങ്കാളിത്തമോ ലഭിക്കുന്നില്ല. പ്രതിച്ഛായയിൽ നിന്ന് സമാനതയിലേക്കുള്ള മാറ്റമാണ് പൂർണ്ണാനന്ദത്തിലേക്കുള്ള പ്രവേശനം. ബൊനവഞ്ചർ ആത്മീയ നന്മയിലൂടെ ദൈവാനുഭവം, ആത്മീയ ഫലങ്ങൾ, ദാനങ്ങൾ, അനുഗ്രഹങ്ങൾ എന്നിവയിലൂടെ ആത്മാവ് ദൈവത്തോട് ഐക്യപ്പെടുന്ന ഒരു പൊതുവായ പങ്കാളിത്തത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ പരിവർത്തനം പാപത്തിൽ നിന്നുള്ള പിന്തിരിയൽ മാത്രമല്ല, മറിച്ച് ഹൃദയം, മനസ്സ്, ആത്മാവ് എന്നിവയെ മുഴുവനായി ദൈവത്തിലേക്ക് തിരിക്കുന്ന സമഗ്രമായ ഒരു രൂപാന്തര യാത്രയാണ്. കൃപയുടെ ദാനങ്ങൾ. കൃപ എന്ന പദം തന്നെ ദാനം എന്നർത്ഥം സൂചിപ്പിക്കുന്നു. ബ്രെവിലോക്യൂമിൻ്റെ 5-ാം അധ്യായത്തിൽ ബൊനവഞ്ചർ കൃപയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അവതാരമാണ് എല്ലാ സൗജന്യ ദാനങ്ങളുടെയും ഉറവിടമെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ അദ്ദേഹം 3 രീതിയിൽ കാണുന്നു. ദൈവം സൗജന്യമായി നൽകുന്ന ദാനം, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൃപ, സദ്ഗുണങ്ങളെയും പുണ്യപ്രവൃത്തികളെയും ഉളവാക്കുന്ന സഹായം. കൃപയുടെ അന്തിമ ലക്ഷ്യം മനുഷ്യാത്മാവിനെ ദൈവദർശനത്തിനായി തയ്യാറാക്കുകയാണ്. അതാണ് മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥ പൂർണ്ണത. ആത്മാവിൻ്റെ ആനന്ദത്തിനുള്ള മുൻവ്യവസ്ഥകൾ. മനുഷ്യാത്മാവ് ദൈവത്തെ സ്വീകരിക്കുവാൻ ശേഷിയുള്ളതായിരുന്നാലും ഇന്ദ്രിയ ലോകത്തോടുള്ള ആസക്തികൾ കാരണം അത് ഏകാഗ്രമാകാതെ പോകുന്നു. അതിനാൽ ആത്മാവിന് ദൈവത്തിലേക്കുള്ള ഉയർച്ച നഷ്ടമാകുന്നു. ബൊനവഞ്ചർ എഴുതുന്നു, പരിചരണങ്ങളാൽ ശ്രദ്ധ ചിതറുന്ന മനുഷ്യബുദ്ധി സ്മരണയിലൂടെ സ്വയം പ്രവേശിക്കുന്നില്ല. ഇന്ദ്രിയ ചിത്രങ്ങളാൽ മൂടപ്പെട്ടതിനാൽ ബുദ്ധിയിലൂടെ സ്വയം തിരിഞ്ഞു നോക്കുന്നില്ല. ആഗ്രഹങ്ങളാണ് ആകർഷിക്കപ്പെട്ടതിനാൽ ആത്മീയ സന്തോഷത്തിലേക്കുള്ള മോഹത്തിലൂടെ സ്വയം തിരിച്ചു വരുന്നില്ല. അതുകൊണ്ട് ആത്മാവിന് ദൈവ സാദൃശ്യം പ്രാപിക്കുവാൻ അതിൻ്റെ ഇമേജ് പുനഃസ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. കാമഴിയുടെ പുനഃസ്ഥാപനം. മനുഷ്യാത്മാവിൻ്റെ മങ്ങിപ്പോയ പ്രതിച്ഛായയെ ബൊനവഞ്ചർ വീണുപോയ അവസ്ഥയായി കാണുന്നു. ഇന്ദ്രിയ ലോകത്തിൻ്റെ തടസ്സങ്ങളെ മറികടക്കുവാൻ ആത്മാവ് ക്രിസ്തുവിൽ ഉൾക്കൊള്ളപ്പെടണം. ക്രിസ്തുവാണ് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിലെ പടിയും മധ്യസ്ഥനും. കൃപയിലൂടെ ആത്മാവിൻ്റെ ഇന്ദ്രിയ ശക്തികളും ഭൗതിക ശക്തികളും പ്രകാശിതമാകുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയിലൂടെ ആത്മാവ് പുതുക്കപ്പെടുന്നു. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരുടെ ആത്മാവിന് ആത്മീയ ശ്രവണവും ദർശനവും വീണ്ടെടുക്കുവാൻ സാധിക്കും. ഇൻട്രാനോസ് മുതൽ സുപ്രാനോസ് വരെ. ആദാമിൽ നിന്ന് ക്രിസ്തുവിലേക്കുള്ള ഈ കടന്നുപോകലിൽ ആത്മാവ് ദൈവത്തിലേക്കുള്ള ഉയർച്ചയുടെ ശേഷി വീണ്ടെടുക്കുന്നു. കൃപയിലൂടെ ആത്മാവ് ഇൻട്രാനോസ് എന്ന അവസ്ഥയിൽ നിന്ന് സുപ്രാനോസ് എന്ന അവസ്ഥയിലേക്ക് കടക്കുന്നു. ഇവിടെ മനുഷ്യ മനസ്സിൻ്റെ യുക്തിയിൽ നിന്നുള്ള വിരാമവും വിശ്വാസത്തിലൂടെ ദൈവസാമീപ്യത്തിലേക്കുള്ള ഉയർച്ചയും ഒന്നിച്ചു ചേരുന്നു. ഈ തലത്തിൽ ആത്മാവ് സ്വാഭാവിക ഭൗതിക പരിധികളെ അതിക്രമിച്ച് ദൈവിക ജ്ഞാനത്തിലേക്ക് ഉയരുന്നു. അസ്തിത്വം, നന്മ എന്നീ ദൈവനാമങ്ങൾ മനുഷ്യബുദ്ധിയെ അതിജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങളായി അനുഭവപ്പെടുന്നു. ശുദ്ധീകരണം, പ്രകാശനം, പൂർണ്ണത. ദൈവകൃപയാൽ സജീവമാകുന്ന ആത്മീയാതിജീവനം 3 ഘട്ടങ്ങളിലൂടെയാണ് വികസിക്കുന്നത്. ശുദ്ധീകരണം, ഇന്ദ്രിയാസക്തികളിൽ നിന്ന് മോചനം. പ്രകാശനം, ആത്മാവിൻ്റെ ഭൗതിക ശക്തികളുടെ ദൈവിക പ്രകാശനം. പൂർണ്ണത, ദൈവത്തോടുള്ള ഐക്യം. ഈ 3 ഘട്ടങ്ങളിലൂടെയും ആത്മാവ് ദൈവസമാനമത പ്രാപിക്കുന്നു. ബൊനവഞ്ചറിൻ്റെ ഭാഷയിൽ ഇത് ആത്മാവിൻ്റെ സമ്പൂർണ്ണ പുനഃക്രമീകരണമാണ്. അവസാനമായി മനുഷ്യാത്മാവ് ഇൻട്രായിൽ നിന്ന് സുപ്രായിലേക്ക് മനുഷ്യബുദ്ധിക്കുള്ളിലെ പ്രതിച്ഛായയിൽ നിന്ന് അസ്തിത്വവും നന്മയും എന്ന സ്വയം വ്യക്തമായ ദൈവനാമങ്ങളുടെ സഹായത്തോടെ യാത്ര ചെയ്യുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവരുടെ ക്രിസ്തുവിൻ്റെ കൃപയിൽ ആത്മാവ് ദൈവത്തിൽ ലയിക്കുകയും സമാനത പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥ ആത്മാവിൻ്റെ അതിജീവനത്തിൻ്റെ ആത്മീയവും അസ്തിത്വപരവുമായ പൂർണ്ണതയാണ്.